ഹരേ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി. നാരായണ. ഭരതവിലാപണം. താതാ ദുഃഖസമുദ്രേ നിമജ്യം മാമേതരുദിക്കുന്നു പോയി രൂപോപതേം എന്നെയും രാജഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധിയും ഞങ്ങൾക്കുമാരുടായോരിനീ ദൈവമേ പുത്രനീ വണ്ണം കഴിയുന്ന നേരമുത്ഥാപ്യ കയ്യേ കണ്ണുനീരും തുടച്ചാശ്വസിച്ചീരുക ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിയ നീ അഭ്യുദയം വരുത്തിയിടിനേ ഞാൻ തവാം ദിവ്യമെല്ലാമേ ലഭിച്ചതറിയ നീ മാതൃവാക്യം സമാകർണ്യ ഭരതനും ജേതപരവശ ചേതസാ ചോദിച്ചു ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ രാമ രാമ കുമാരാ സീതേ മമ ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ പുജ്ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിരു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാൻ എന്തെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയി ചൊല്ലിനാൾ. മന്നവൻ രാമനഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നോട് നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടുവരം മമ തന്നു തപപിതാം പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന്നു പോകുന്നു മറ്റേതും ഭൂമീപൻ തന്നോടിതു കാലമർഷിച്ചേൻ. സത്യപരായണനായ നരപതിയും പൃഥ്വീധരം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനയച്ചീരിനാൻ. ജാനകീ ദേവി പാതിവൃത്യമാരംഭ്യ ഭർച്ചാസമം ഗമിച്ചീടിനാളാശു സൗമിത്രിയും ഭർത്താവിനോടു കൂടെ പോയാൻ. താതനവരെ നിന്നച്ചു വിലാപിച്ചു ഏതേന രാമ രാമേരീ ദേവാലയം പുക്കാനറിയുന്നതു എന്നു മാതൃവാക്യം കേട്ടു ഭൂമിയിൽ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. ഇത് കേട്ട മാത്രയില് ഭരതൻ ദുഃഖാതുരനായി ഭൂമിയിൽ വീണ് കിടന്നു വിലപിക്കാൻ തുടങ്ങി. അച്ഛാ, എന്നെ ദുഃഖക്കടലിൽ മുക്കിയിട്ടങ്ങ് ഏത് ലോകത്തേക്ക് പോയി? രാജാവിൻ്റെ ചുമതലയോടൊപ്പം എന്നെ കൂടി രഘുരാമന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ അങ്ങ് എവിടെ പോയി മറഞ്ഞു? ദൈവമേ, ഞങ്ങൾക്കിനി ഉടയവരായി ആരുണ്ട്? ഇങ്ങനെ പുലമ്പിക്കരയുന്ന പുത്രനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കണ്ണീർ തുടച്ചുകൊണ്ട് കയ്യേക്ക് പറഞ്ഞു, മകനെ ആശ്വസിക്കൂ, ദുഃഖിച്ചിട്ട് എന്തു പ്രയോജനം? എല്ലാം ദൈവകൽപ്പിതമാണെന്ന് അറിയുക. നിനക്ക് ഞാൻ ഉത്കർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കിട്ടാവുന്നതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. അമ്മ പറഞ്ഞത് കേട്ട് ഭരതൻ ദുഃഖാകുലനായ മനസ്സോടെ ചോദിച്ചു, അമ്മേ, അച്ഛൻ മരിക്കുന്ന സമയത്ത് വിശേഷിച്ചൊന്നും പറഞ്ഞില്ലേ? കൈകേയി പറഞ്ഞു, രാമ രാമ സീതേ, ശ്രീരാമ ലക്ഷ്മണ, രാമ ജാനകി എന്നൊക്കെ ദീനം ദീനം വിലപിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു. ഭരതൻ ചോദിച്ചു, അതെന്താണ്? അച്ഛൻ മരിക്കുന്ന സമയത്ത് രാമനും സീതയും ലക്ഷ്മണനും ഒന്നും അടുത്തില്ലായിരുന്നു. കൈകേയി പറഞ്ഞു, രാജാവ് രാമന് അഭിഷേകം നടത്താൻ ഒരുങ്ങിയത് കണ്ട് ഞാൻ എൻ്റെ മകനെ വാഴിക്കണം എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി. അതെങ്ങനെയെന്നും ഞാൻ നിന്നോട് പറയാം. പണ്ട് നിന്റെ അച്ഛൻ എനിക്ക് 2 വരം തന്നിരുന്നു. അതിലൊന്നുകൊണ്ട് നിന്നെ വാഴിക്കണമെന്നും മറ്റൊന്നുകൊണ്ട് രാമൻ വനത്തിൽ പോകണമെന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. സത്യനിഷ്ഠനായ രാജാവ് എനിക്ക് രാജ്യം തന്നു. രാമനെ വനവാസത്തിന് അയക്കുകയും ചെയ്തു. ജാനകി പാതിവൃത്യനിഷ്ഠയോടെ ഭർത്താവിനോടൊപ്പം പോയി. ലക്ഷ്മണൻ ചേട്ടനെ അനുഗമിച്ചു. അവരെപ്പറ്റി ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് നിന്റെ അച്ഛൻ രാമ രാമ എന്ന് ജപിച്ച് ദുഃഖത്തോടെ ദൈവലോകം പ്രാപിച്ചു. അമ്മ പറഞ്ഞത് കേട്ട് ദുഃഖത്താൽ ഭരതൻ മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. മോഹം കലർന്ന നേരത്തു കയ്യേകിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം? രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിരുന്നു. പൂജ്യനായി വാഴുക ചാവല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചുപോ അമ്മയെ നാടി മൂടിയിടിനാർ കണ്ടു നിന്നോളും
ഭർത്താവിനെ കൊന്ന പാവേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ധയേ ദുർത്തേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാഭാവി ഞാനോ നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വസീൽ വീണു മരിപ്പനല്ലായിനോ കാളകൂടം കുടിച്ചീരുവനല്ലായിൽ വാളെടുത്താശു കഴുത്തടത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം തൊട്ടേ ഭയങ്കരേ ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകൻ തന്നിൽ വസിക്കും ഇതുകാമൂലം ഇത്തരം മാതരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെയ്യുന്നു കൗസല്യാഗൃഹം പൂക്കാൻ പാതേ നമസ്കരിച്ചോട് മരുതനെ മാതാവ് കൗസല്യം ഉടനീടിയാൾ കണ്ണുനീരോടും മെലിഞ്ഞതിരീനയായി ഇന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ കർമ്മദോഷങ്ങളിലെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ശ്രീരാമരജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബോരാശിയിൽ താപേനം അഗ്നിയാക്കിയിടിനാർ നിർദ്ധയം ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗത്പതിയും നാഥാ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീരൊരിക്കലും ഉൾക്കാമ്പിലോട്ടാൽ വിധിഫലമാം ദുരവും ഇച്ഛം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയായിലോ തോൽ കൊണ്ടു മാതാവു ഞാൻ പറയുന്നതോ കേൾക്കണം രാഘവരാജാഭിഷേകം മുടക്കിയാൾ കയ്യേയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബോധം തെളിഞ്ഞ വേളയിൽ കയ്യേ പറഞ്ഞു, ഇങ്ങനെ ദുഃഖിക്കാൻ എന്തേ കാരണം മകനെ? നിനക്ക് രാജ്യം ലഭിച്ചല്ലോ, ഈ ചാബല്യം കളഞ്ഞാൻ നീ സകലർക്കും ആദരീനായി രാജ്യം ഭരിക്കുക. ഇത് കേട്ട് ഭരതൻ ക്രോധത്തോടെ അമ്മയെ നോക്കി. ആ ക്രോധാഗ്നിയിൽ കയ്യേ ദഹിച്ചു പോയേക്കുമോ എന്ന് കണ്ടു നിന്നവർ സംശയിച്ചു. ഭർത്താവിനെ കൊന്ന പാപിയും ഘോരരാക്ഷസീ തൊട്ടേയും നാണം കെട്ടവളെ ക്രൂരയും പുണ്യമില്ലാത്ത മഹാഭാവിയാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ നിന്റെ ഗർഭത്തിൽ പിറക്കാനിട വന്നത്. നിന്നോടിനി ഞാൻ സംസാരിക്കുകയില്ല. അല്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിഷം കുടിച്ചു മരിക്കും, അതുമല്ലെങ്കിലോ വാളെടുത്ത് സ്വന്തം കഴുത്തറുത്തു കളയും. തൊട്ടേ ഭയങ്കരി, ഏതു വിധമെങ്കിലും ഞാൻ മരിക്കും തീർച്ചയാണ്. നിന്റെ ഈ ചെയ്തി കൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായ കുംഭീഭാഗമെന്ന നരകത്തിൽ വസിക്കാനിടയാകും. മാതാവിനെ ഈ വിധം ശകാരിച്ചും ദുഃഖിച്ചും ഭരതൻ കൗസല്യയുടെ വാസഗൃഹത്തിലേക്ക് പോയി. തൻ്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ച ഭരതനെ എഴുന്നേൽപ്പിച്ച് കൗസല്യമാറോടണച്ചു. ദുഃഖത്താൽ പെരിഞ്ഞ ധീരയായ കൗസല്യ കണ്ണുനീരൊടുക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ ദൂരെ പോയതുകൊണ്ട് മാത്രമാണ് മകനെ ഈ കർമ്മദോഷങ്ങളെല്ലാം അകപ്പെട്ടത്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും വരവുരിയും എടുത്ത് ജടയുമേന്തി വനത്തിലേക്ക് പോയി. അവരെന്നെ നിർദാക്ഷിണ്യം ദുഃഖക്കടലിൽ ആഴ്ത്തി. രാമാനാരായണ ജഗന്നാഥാങ് കേവലം എൻ്റെ മകനായി വന്നു പിറന്നുവെങ്കിലും ദുഃഖങ്ങൾ എന്നെ വിട്ടുമാറുന്നില്ല. നോക്കിയാലെല്ലാം വിധിഫലം എന്നേ പറയാനാവൂ. ഇങ്ങനെ പലതും പുലമ്പിക്കരയുന്ന കൗസല്യയെ വണങ്ങിയിട്ട് ദുഃഖത്തോടെ ഭരതൻ പറഞ്ഞു, അമ്മേ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇക്കാര്യത്തിൽ ഇങ്ങനെ ദുഃഖിക്കരുതേ. ശ്രീരാമന്റെ രാജ്യാഭിഷേകം മുടക്കിയത് കൈകേയി അമ്മയാണ്. അമ്മേ, ശ്രീരാമചന്ദ്രനാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ പറയുന്നത് കള്ളമാണെങ്കിൽ 100 ബ്രഹ്മഹത്യകളുടെ പാപം ഞാൻ അനുഭവിച്ചു കൊള്ളാം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മതാരങ്ങളും അരുന്ധതി തന്നെയും ഗർഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിരുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു ഇങ്ങനെ ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇച്ഛം പറഞ്ഞു കുടന്നു ഗാഠമുത്തമാങ്കേ മുടന്നുവർന്നാളുന്നു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. അക്കഥ കേട്ടു വസിച്ച മുഖീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളിയും സന്താപമോട് തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും. ഖേദം മതിമതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ
മർത്യാസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധിയജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും മുത ദത്വാ ത്രിവഷ്ടമം ഗത്വാ യഥാസുഖം ജപ്വാ പുരന്ധരാട്ടാസനം ദുർലഭം വൃത്താരിമുഖ്യാ ത്രിദശൗഖാ വൃന്ദനായ ആനന്ദമത്തോടിരിക്കുന്നതിനെന്തു നീ ആനനം ദാസിനേത്താവു തൂകിയിരുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമാനവ്യേനദ്വയൻ സത്യസ്വരൂപൻ സകടജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗത്കാരണൻ ദേഹമത്യർത്ഥം ക്ഷണം ക്ഷണഭങ്കുരം മോഹൈകകാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മരാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായ ഹരതീമൂഢരായുള്ളവൻ മാറത്തലച്ചു തൊഴുത്തു തൊഴിച്ചു മുറാവിലി ചേരെ തളർത്തു മോഹിച്ചു വീണീതുവും നിസ്സാരമെത്രയും സംസാരമോർക്കിലും സത്സംഗമൊന്നേ സുഖകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ഭ്രാന്തിയറിയ നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശഗതം. ബ്രഹ്മദേവന്റെ പുത്രനായ വശിഷ്ഠമൂർത്തിയെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ രുദ്രതീ ദേവിയെയും വാൾ കൊണ്ട് വെട്ടിക്കൊന്നാൽ ഉണ്ടാവുന്ന പാപവും ഞാൻ അനുഭവിക്കും. ഇങ്ങനെ പല ശബ്ദങ്ങൾ ചെയ്ത് ദുഃഖിച്ചു കരയുന്ന ഭരതനോട് കൗസല്യ പറഞ്ഞു, ഇതിൽ നീ കുറ്റക്കാരനല്ലെന്ന് എനിക്കറിയാം. കൗസല്യ ഭരതനെ മാറോടണിച്ചു പുണർന്നു. ഭരതന്റെ ശരീരത്തിൽ അമ്മ ചുംബനങ്ങൾ ചൊരിഞ്ഞു. അത് കണ്ട് അവരെല്ലാം വാവിട്ട് നിലവിളിച്ചു. ഈ വിവരങ്ങൾ അറിഞ്ഞ് വസിഷ്ഠമൂർത്തി മന്ത്രിമാരോടൊത്ത് അവരേക്ക് എഴുന്നള്ളി. ദുഃഖത്തോടെ ഭരതൻ വസിഷ്ഠനെ വണങ്ങി. ആ കരച്ചിൽ കേട്ട് വസിഷ്ഠൻ പറഞ്ഞു, ദുഃഖം മതിയാക്കൂ ഭരത, ഞാൻ പറയുന്നത് കേൾക്കും. ബുദ്ധനായ ദശരഥ മഹാരാജാവ് സത്യനിഷ്ഠനും വീരനും ജ്ഞാനിയുമായിരുന്നു. രാജകീയ ബൗദ്ധിക സുഖങ്ങളെല്ലാം അദ്ദേഹം അനുഭവിച്ചു. ധാരാളം യാഗങ്ങൾ നടത്തിച്ചു. വളരെ ധനം ദാനമായും ദക്ഷിണയായും നൽകി. സ്വർഗത്തിലെത്തിയ രാജാവിന് സുഖത്തിന് കുറവൊന്നുമില്ല. അവിടെ ഇന്ദ്രന്റെ അർദ്ധാസനം തന്നെ ലഭിച്ചിരിക്കുന്നു. ഇന്ദ്രാദി ദേവസമൂഹങ്ങളാൽ പൂജിതനായിട്ട് സന്തോഷത്തോടെ രാജാവ് വാഴുമ്പോൾ ഇങ്ങനെ മുഖം കുമ്പിട്ടിരുന്ന് കണ്ണീരൊഴുക്കുന്നത് എന്തിനാണ് ഭരത? നിത്യനും അതുല്യനും രൂപഭേദങ്ങൾ ഉണ്ടാകാത്തവനുമായ ആത്മാവ് ജന്മമരണങ്ങളില്ലാത്തവനാണ്. ശരീരം ക്ഷണഭങ്കുരമാണ്, മോഹകാരണമാണ്, മുക്തിക്കെതിരാണ്. അശുദ്ധമായ ദേഹം ഒട്ടും പവിത്രമല്ല. ആലോചിച്ചു നോക്കിയാൽ ദുഃഖിക്കേണ്ട കാര്യമേയില്ല. മരണത്തിന് അധീനരായി കഴിയുന്നവർക്ക് ദുഃഖം കൊണ്ട് എന്തു പ്രയോജനമാണ് ഭരത? അച്ഛനോ മകനോ മരിക്കുമ്പോൾ മാറത്തടിച്ചു തൊടിച്ചു മുറവിലി കൂട്ടി തളർന്നു ബോധം കെട്ടു വീഴുന്നവര് മൂഢന്മാരാണ്. ഈ ലോകജീവിതം എത്രയും നിസ്സാരമാണ്. സത്സംഗം മാത്രമാണ് സുഖകരം. നിത്യമായ ശാന്തിയാണ് ഏറ്റവും സൗഖ്യപ്രദം. ജനിച്ചാൽ മരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. മരിച്ചവരൊക്കെ തീർച്ചയായും ജനിക്കുകയും ചെയ്യും. കർമാധീനമായ ഈ അവസ്ഥകളൊക്കെ ആർക്കും തടുക്കാനാവുകയില്ല ഭരതാം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്താത്ത കടത്താതിവത്വനാ വേപെടും നേരവും ദുഃഖമില്ലേതുമേ. ശോഭേതമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ട കോടികൾ നട്ടങ്ങളായതും ബ്രഹ്മണാസട്ടങ്ങളായതും വാക്കിനോ സംഖ്യയില്ലാതോളമുണ്ടിതൽ നല്ലാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാ താമാചാനിനാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുതാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതപത്രാഗ്രാലങ്കാമ്പുവിന്ദുവൽ സംവദിച്ചീടുമോടുമായുസ്സതീനശ്വരം പ്രാപ്തനദ്ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവിയും ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണമുപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിയ നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല.
നിത്യാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലീശ്വരൻ സദാശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരമൻ പരൻ പരമൻ പശിവൻ ഇച്ഛമനാരഥം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തത്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാവലാം. പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ, സമ്പത്ത് തുടങ്ങിയവ ഏർപ്പെടുമ്പോൾ തത്വജ്ഞന്മാർ ദുഃഖിക്കാറില്ല. ഇവയൊക്കെ വന്നു ചേരുമ്പോൾ അവർ സന്തോഷിക്കാറുമില്ല. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതും നശിച്ചതും ചിന്തിച്ചാൽ ക്ഷണഭംഗുരമായ ജീവിതത്തെ പറ്റി കുറിച്ച് ജ്ഞാനികൾക്ക് താല്പര്യമേ ഉണ്ടാവുകയില്ല. ഈ ദേഹത്തിനും ആത്മാവിനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചിന്തിക്കുകയും മായയുടെ വൈഭവവും ഗുണങ്ങളും കണ്ടറിയുകയും ചെയ്യുന്നവർക്ക് ഒരു സംഭ്രമവുമില്ല. ഭരതനാം ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലത്തുമ്പിൽ പറ്റി നിൽക്കുന്ന ജലബിന്ദു എന്ന പോലെ ആയുസ് ഏതു സമയത്തും ഒടുങ്ങിപ്പോയേക്കാം. പൂർവ്വദേഹങ്ങളാൽ സമ്പാദിച്ചുള്ള കർമ്മങ്ങൾ കൊണ്ട് ജീവന് വീണ്ടും ഒരു ഉടൽ ചെവി ലഭിക്കും. മനുഷ്യർ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതുമയിൽ മോടിയുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോലെ ആത്മാവ് ജീർണിച്ച ശരീരം ഉപേക്ഷിച്ചിട്ട് ചന്ദ്രമുള്ള പുതിയ ശരീരം സ്വീകരിക്കുന്നു. കാലചക്രത്തിന്റെ ഭ്രമണത്തിന് നിദാനം വ്യത്യസ്തങ്ങളായ കർമ്മങ്ങൾ തന്നെയാണ്. ഭരതകുമാര, നീ ഇപ്പോൾ ദുഃഖിക്കുന്നതിന് കാരണമെന്ത്? മഹാന്മാരുടെ അഭിപ്രായം ഞാൻ പറയാം. ആത്മാവിന് ജനന മരണങ്ങളില്ല. ജനനം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നീ 6 അവസ്ഥകളും ആത്മാവിനില്ല. ആനന്ദ സ്വരൂപനും അവീയനും നിത്യനും അധ്യയനുമാണ്. ആത്മാവ് ഇന്ന് മനസ്സിൽ ഉറപ്പിച്ച് ദുഃഖങ്ങൾ വെടിഞ്ഞ് ഉടനെ കർമ്മങ്ങളിൽ മുഴുക വിഷാദിക്കേണ്ട കാര്യമേയില്ല. ശുത്വാം ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും മിത്രഭൃത്യാ മാതൃസോദരാവാധ്യായയുക്തനായൊരു ഭരതകുമാരനും താതശരീരമെന്ന തോണിയിൽ തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടാൻ അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രി സംശരിക്കും വണ്ണമാചാര്യ സംയുതം തത്വാം തത്വാതിരോധകം തത്വാ ദ്വാദശവാസരേ ഭക്യാകരിച്ചു പിണ്ടവുമാതരാൽ വേദപരായണന്മാരാം ദിജാവലി കോദന ഗോദന ഗ്രാമരക്താംബര ഭൂഷണാലേപന താമൂലഭൂകങ്ങൾ ദോഷേന ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി വേവിനാൻ ജാനകീലർപ്പണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചീരിനാൻ അധ്യനം നാനാസുബുദ്ധനത്തോടു മനാവുരം തത്ര വസിട്ട മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സമാധിയെ അർണോരുഹാസന സന്നിഭരാമുനി സ്വർണാസനെ മരുവീരിനാനാദരൻ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരാവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പെറ്റു നിന്ന ഭരതകുമാരനോട് അംബോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. രാജകുമാരൻ ഗുരുവിന്റെ ഉപദേശം കേട്ട് ദശരഥ മഹാരാജാവിന്റെ അന്ത്യകർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ചു. മിത്രങ്ങൾ, ഭൃത്യന്മാർ, മന്ത്രിമാർ, സഹോദരങ്ങൾ, ഗുരുനാഥൻ എന്നിവരോടൊത്ത് കെണ്ണത്തോണിയിൽ നിന്ന് മൃതശരീരം പുറത്തെടുത്ത് കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധലേപനങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചു. ആചാര്യനെ മുൻനിർത്തിക്കൊണ്ട് അഗ്നിഹോത്രാഗ്നിയിൽ സംസ്കരിക്കുന്നത് പോലെ ഭൗതിക ശരീരം ദഹിപ്പിച്ചു. എള്ളും നീരും കുടിച്ചിട്ട് 12-ാം ദിവസം പിണ്ടവും സമർപ്പിച്ചു. വൈദിക ബ്രാഹ്മണർക്ക് അന്നം, ഗോക്കൾ, ധനം, ഗ്രാമങ്ങൾ, രത്നങ്ങൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധലേപനങ്ങൾ, വെറ്റില, അടയ്ക്ക തുടങ്ങിയ എന്നിവ ശത്രുഘ്നോടൊപ്പം ഇരുന്ന് ദാനം ചെയ്തു. വൈദികരെ ദണ്ഡ നമസ്കാരം ചെയ്ത് അവരുടെ ആശീർവാദം വാങ്ങി സീതാലക്ഷ്മണ സമേതനായി വനവാസം നടത്തുന്ന ശ്രീരാമചന്ദ്രനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭരതശത്രുഘ്നന്മാർ സുഹൃത്തുക്കളോടൊത്ത് ആ ദിവസം കഴിച്ചുകൂട്ടി. വശിഷ്ഠ മഹർഷി മറ്റു മുനിശ്രേഷ്ഠന്മാരോടൊത്ത് സഭയിലെത്തി. ബ്രഹ്മദേവതുല്യനായ മഹർഷി സ്വർണമയമായ ആസനത്തിൽ ഇരുന്നു. ശത്രുഘ്നോടൊത്ത് ഭരതനെ രാജ്യസഭയിൽ വിളിച്ചു വരുത്തി. മന്ത്രിമാരും പൗരന്മാരും സന്തോഷിച്ചു. വിനീതനായി മുമ്പിൽ നിൽക്കുന്ന ഭരതനോട് വസിഷ്ഠൻ പറഞ്ഞു, ദേശകാലോചിതമായ വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ.
സത്യസന്ധൻ തവാതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കധ്യ നൽകിയിരാൻ പുത്രാഭിതയാക്ഷമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവാമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോട് മൻപോടു ചെയ്തിരുവൻ രാജാമരാജകമാവാനാലിനി രാജമല്ലെന്നു ധരിക്ക കുമാരനി താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാകതല്ലായിലേവനും യവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയനു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാവുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രയും നിങ്ങളിലെല്ലാം അറിഞ്ഞല്ലോ ഒന്നു നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനു വരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൾ കുതിരപ്പടയോടും ആനകാശങ്കപടകദ്വാദ്യത്തോടും സോദരാ ഭൂസുരാ താപസാ സാമന്തമേദിനി പാലക വൈശ്യശൂഷാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചേരുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഉപസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരത്തെയും നന്നെന്നു ചൊല്ലിയിരാൻ ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. നാരായണ, പരിസ്ഥിതിക്കനുസരിച്ച് ചില കാര്യങ്ങൾ രാജഗുരു എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ ഭരത. നിന്റെ പിതാവ് സത്യനിഷ്ഠനായ ദശരഥൻ നിനക്ക് രാജ്യം തന്നു. പുത്രന്റെ ഉത്കൃഷ്ടത്തിന് വേണ്ടി കൈകേയിക്ക് നൽകിയ 2 വരങ്ങൾ നിമിത്തം നിനക്ക് ലഭിച്ചതാണിത്. മന്ത്രികളോടൊത്ത് ഞാൻ ഉടനെ തന്നെ മന്ത്രപരത്തരം നിന്റെ അഭിഷേകം നടത്തുന്നുണ്ട്. ഇനി നിനക്ക് രാജ്യം ഉപേക്ഷിക്കാനാവില്ല. എങ്കിൽ അരാജകത്വം ഉണ്ടാകും. പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുവാൻ തന്നെ വേണം, ഇല്ലെങ്കിൽ പാപമുണ്ടാകും. ഗുരുജനങ്ങളുടെ പ്രസാദം കൊണ്ടാണ് ജനങ്ങൾക്ക് നന്മകളെല്ലാം ഉണ്ടാവുന്നത്. ഭരതൻ വസിഷ്ഠമുനിയെ താണുവണങ്ങിയിട്ട് പറഞ്ഞു, അടിയന് രാജ്യം കൊണ്ട് എന്താണ് പ്രയോജനം? എൻ്റെ ജ്യേഷ്ഠനാണ് രാജാവ്. ഞങ്ങൾ ജ്യേഷ്ഠൻ്റെ സേവകർ മാത്രമാണ് എന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. നാളെ പുലർച്ചയ്ക്ക് തന്നെ ഞാൻ ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നു. അങ്ങും വരുന്ധതീദേവിയും പൗരജനങ്ങളും മന്ത്രിമാരും ചതുരംഗപ്പടയും ശത്രുഘ്നനും ബ്രാഹ്മണര് താപസര് സാമന്തന്മാർ തുടങ്ങി നാനാജനങ്ങളും വാദ്യഘോഷങ്ങളും കൈകേയി ഒഴികെയുള്ള മാതാക്കളും ചേർന്ന് പോകണം. ശ്രീരാമൻ തിരിച്ചെത്തുന്നതുവരെ ഞങ്ങൾ വെറും നിലച്ച് കിടക്കുന്നതേയുള്ളൂ. കായും കിഴങ്ങും ഭക്ഷണമാക്കി ശരീരത്തിൽ ഭസ്മം പൂശി മലപുരി കൊടുത്ത് താപസവേഷത്തിൽ ജടയണിഞ്ഞ് ദുഃഖാചരണമായി കഴിയുകയേയുള്ളൂ. ഭരതന്റെ വാക്കുകൾ കേട്ടവരെല്ലാം നന്നെന്ന് പുകഴ്ത്തി. നിനക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നിയത് അത്ഭുതം തന്നെ. ഉത്തമന്മാരിൽ അത്യുത്തമനാണ് നീയെ എന്ന് പറഞ്ഞു. ഇനി ശ്രീരാമസന്നിധിയിലേക്കുള്ള ഭരതന്റെ യാത്രയാണ്. അത് അടുത്ത ദിവസം. ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി. നാരായണ.